സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ അൽത്താരയിൽ അർപ്പിക്കുന്ന ഓരോ വിശുദ്ധ ബലിയും വളരെ ശക്തിയുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. കാരണം അതൊരു ഗോതമ്പപ്പമല്ല. യേശു അന്ന് എടുത്തുയർത്തി എന്റെ ശരീരമാണ്, ഇത് നിങ്ങൾ ഭക്ഷിക്കുക, ഇത് ഭക്ഷിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല എന്ന് പറഞ്ഞുവെങ്കിൽ ഇന്നൊരു വൈദികൻ ആ അൾത്താരയിൽ നിന്നുകൊണ്ട് ആ തിരുവോസ്തി ഉയർത്തി ഇത് യേശുവിന്റെ ശരീരമാണെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് തീർച്ചയായിട്ടും അതിനെ ശരീരമാക്കി തന്നെ മാറ്റും. ആ വീഞ്ഞിനെ എടുത്ത് വൈദികൻ ഇത് യേശുവിന്റെ രക്തമാണെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് അതിനെ യേശുവിന്റെ രക്തമാക്കി തന്നെ മാറ്റും. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിന്റെ വലിയ ഏറ്റവും വലിയ കൂദാശ വിശുദ്ധ കുർബാനയാണ്. ഈ വിശുദ്ധ കുർബാന ആചരിക്കുമ്പോഴെല്ലാം നമ്മൾ പെസഹ ആചരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട് അവന്റെ ശരീരവും രക്തവും നമ്മൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുമ്പോഴെല്ലാം അവന്റെ ഓർമ്മ നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കുന്നു. അവന്റെ ജനനവും മരണവും പീഡാനുഭവവും എല്ലാം നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ എല്ലാ ദിവസവും നമുക്ക് ജീവിക്കുവാൻ വേണ്ടി അവന്റെ ശരീരവും രക്തവും നൽകിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനിയോ ഈ രക്തവും ഈ മാംസവും ഭക്ഷിക്കുന്നതിന് യോഗ്യതയുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ പെസഹ, പഴയ നിയമത്തിലെ പെസഹ ആചരിക്കുന്നതിന് മുന്നേ കുറെ ഡിമാൻഡ്സ് മോശയോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നതിനായിരിക്കണം, നിങ്ങൾ ശുദ്ധി വരുത്തിയിരിക്കണം, നിങ്ങൾ ശുദ്ധിയോടുകൂടെ ചെയ്തിരിക്കണം, ഇതെല്ലാം കുറെ നിയമങ്ങൾ പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇവിടെ ഈശോയോ ഈ പെസഹായ്ക്ക് മുന്നേ വലിയ ഒരു വിശുദ്ധീകരണം തന്നെ നടത്തുന്നു. വലിയ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ എങ്ങനെ പെസഹ ആചരിക്കണമെന്നും എങ്ങനെ യേശുവിന്റെ ശരീരവും രക്തവും ഭക്ഷിക്കണമെന്നും ഈശോ നമ്മെ കാണിച്ചു തരുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ കടന്നുപോയാൽ നമുക്കറിയാം, അവൻ ശിഷ്യന്മാരുടെ എന്ത് ചെയ്തു? പാദങ്ങൾ കഴുകി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ഗുരുവും കർത്താവുമായിരുന്നു. ഇതിനു മുന്നേ നമുക്കറിയാം അവരുടെ ഇടയിൽ ഒരു തർക്കമുണ്ടായി. ആരുടെ? ശിഷ്യന്മാരുടെ ഇടയിൽ. എന്തായിരുന്നു തർക്കം? ആരാണ് വലിയവൻ എന്നുള്ളൊരു തർക്കമുണ്ടായി. ഈശോയുടെ മനസ്സിൽ ഇതുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഈശോ എന്ത് ചെയ്തു? അവരുടെ തർക്കത്തെ മുഴുവൻ തീർക്കുവാൻ വേണ്ടി, അവരുടെ സംശയത്തെ മുഴുവൻ തീർക്കുവാനായി ഈശോ എന്ത് എടുത്തു? അവന്റെ കുപ്പായം അഴിച്ചു മാറ്റിവെച്ചു. ആ ഗുരുവെന്നുള്ള, കർത്താവെന്നുള്ള ആ കുപ്പായം അഴിച്ചു മാറ്റിവെച്ചിട്ട് ദാസന്റെ കച്ചയെടുത്ത് ചുറ്റി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നിട്ടോ അവൻ ശിഷ്യന്മാരുടെ പാദത്തിൽ കുനിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുവരെ വിശ്വസിച്ചിരുന്ന, അതുവരെ തർക്കിച്ചുകൊണ്ടിരുന്നവര് ഇതാ വളരെ ചമ്മലോടുകൂടി ഈശോയുടെ മുന്നിൽ നിൽക്കുന്ന നമുക്ക് ആ ചിത്രം ഒന്ന് നമ്മുടെ ഭാവനയിൽ കൊണ്ടുവന്ന് അറിയാം. ഇതാ അവരുടെ ഗുരുവും കർത്താവുമായവൻ അവരുടെ പാദത്തിന്റെ കീഴിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ ഓരോരുത്തരുടെയും പാദം കഴുകാൻ തുടങ്ങി. അവസാനം പത്രോസ്ലിയുടെ അടുത്ത് ചെന്നപ്പോ പത്രോസ് എന്നാ പറഞ്ഞു? എന്നെ നീ കഴുകണ്ട. ഹല്ലേലൂയ. ഈശോ പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടി ഒരു പങ്കുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ പെസഹ ഭക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ യേശുവിന്റെ വിശുദ്ധ കുർബാനയിലേക്ക് കടന്നു ചെല്ലുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? ഈ കഴുക്കല് നമ്മൾ നടത്തണം. ഹല്ലേലൂയ. എങ്ങനെയായിരിക്കണം ഈ കഴുക്കല് നടത്തേണ്ടത്? വിശുദ്ധ കൂദാശയാകുന്ന കുംഭസാരത്തിലൂടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പഴയ നിയമത്തിൽ പറയുന്നു, പുരോഹിതനോട് ഒരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ പാപം ആദ്യം പുരോഹിതനോട് ഏറ്റുപറയണം. ഹല്ലേലൂയ. പുരോഹിതനോട് അവന്റെ പാപം ഏറ്റുപറയണം. പാപം ഏറ്റുപറയുമ്പോൾ ആ പാപത്തിന്റെ കാഠിന്യം അനുസരിച്ച് പുരോഹിതൻ കൽപ്പിക്കും. ചെങ്ങാലി വേണോ, ആട്ടിൻകുട്ടി വേണോ, പശു വേണോ, കാള വേണോ എന്നൊക്കെ. കാരണം അവന്റെ പാപത്തിന്റെ കാഠിന്യം അനുസരിച്ചായിരിക്കും. എന്നിട്ടോ ഈ പുരോഹിതൻ ഈ മൃഗത്തിനെ അല്ലെങ്കിൽ ഈ ജീവിനെ, ഈ പക്ഷിയെ കൊണ്ടുവന്നിട്ട് ഇതിനെ വെട്ടി കഴുത്തറച്ചിട്ട് ഇതിന്റെ രക്തവുമായി പുരോഹിതൻ അൾത്താര അകത്തേക്ക് പോകും. അൾത്താരയ്ക്ക് അകത്ത് ചെന്നിട്ട് പുരോഹിതൻ അവിടുത്തെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് അവൻ പുറത്തു വന്നിട്ട് ഈ രക്തം ഈ പാവിയുടെ മേൽ തളിക്കും. അങ്ങനെ ആ പാവി ശുദ്ധീകരിക്കപ്പെടും.